So good evening all. So നമ്മൾ സപ്പോർട്ട് വെക്ടർ മെഷീൻ ആണ് പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സപ്പോർട്ട് വെക്ടർ മെഷീനകത്ത് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്നുള്ളത്. സപ്പോർട്ട് വെക്ടർ മെഷീൻ ഇസ് എ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് പ്രോബ്ലം used to find out the best hyperplane that separate the two classes. അല്ലെ, അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലൂ പോയിന്റ്സ് തന്നിട്ടുണ്ട്, റെഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിഫറെന്റ് ഹൈപ്പർപ്ലെയിൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൽ ഏതാണ് ബെസ്റ്റ് ഹൈപ്പർപ്ലെയിൻ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സപ്പോർട്ട് വെക്ടർ മെഷീന്റെ എയിം എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ബെസ്റ്റ് ഹൈപ്പർപ്ലെയിനെ കണ്ടുപിടിക്കുന്നത്? that has the maximum margin. maximum margin ഉള്ളത് ഏത് ഹൈപ്പർപ്ലെയിൻ ആണോ അതായിരിക്കും ബെസ്റ്റ് ഹൈപ്പർപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എസ് വി എം രണ്ട് രീതിയിലുണ്ട്, ലീനിയർ എസ് വി എമ്മും നോൺ ലീനിയർ എസ് വി എമ്മും. ലീനിയർ എസ് വി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ സെപ്പറബിൾ ഡേറ്റ ആണെങ്കിൽ നമ്മൾ അവിടെ ലീനിയർ എസ് വി എം യൂസ് ചെയ്യുന്നു. നോൺ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ ആണെങ്കിൽ നോൺ ലീനിയർ എസ് വി എം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കേർണൽ ട്രിക്ക് യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ഡെഫിനിഷൻ ആണ്, എന്താണ് സപ്പോർട്ട് വെക്ടർ, എന്താണ് മാർജിൻ എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇവിടെ യെല്ലോ പോയിന്റ്സും ഉണ്ട്, അതുപോലെ കുറച്ച് പർപ്പിൾ പോയിന്റ്സും ഇട്ടിട്ടുണ്ട്. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ കുറച്ച് ഹൈപ്പർപ്ലെയിൻസ് വരച്ചു. അപ്പൊ ഇവിടെ ഈ യെല്ലോ പോയിന്റ് എന്ന് പറയുന്നത് ഹൈപ്പർപ്ലെയിന് നിയർ ആയിട്ട് വരും, ഈ പോയിന്റ് എന്ന് പറയുന്നതും ഹൈപ്പർപ്ലെയിന് നിയർ ആയിട്ട് വരും, ഇതും ഹൈപ്പർപ്ലെയിന് നിയർ ആയിട്ട് വരും. സോ ഹൈപ്പർപ്ലെയിന് നിയർ ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മാർജിൻ എന്താണ്? മാർജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സപ്പോർട്ട് വെക്ടറും അതിന്റെ ഹൈപ്പർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലെ സപ്പോർട്ട് വെക്ടറും അതിന്റെ ഹൈപ്പർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മാർജിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഹൈപ്പർ പ്ലെയിൻ ആണ് മാക്സിമം മാർജിൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ മാക്സിമം മാർജിൻ ഉള്ള ഒരു ഹൈപ്പർ പ്ലെയിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി നമുക്കൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഈ ക്ലാസ്സിലാണോ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് എസ് വി എം വഴി നമ്മൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റും അതിന്റെ ഡിസിഷൻ ബൗണ്ടറി അല്ലെങ്കിൽ ഹൈപ്പർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു സിംഗിൾ പോയിന്റ് ആണോ ഈ ഡിസിഷൻ ബൗണ്ടറിയിൽ വരുന്നത്? അല്ല, പല പോയിന്റ്സും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു വെയിറ്റ് വെക്ടർ ഡബ്ല്യുവിനെയും കൂടി കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ എക്സ് എന്ന് പറയുന്ന വെക്ടറും ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ്. സോ എക്സും ഡബ്ല്യുവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് വെക്ടർ ആയതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ ആയിരിക്കും നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഈ സി എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടി ഉണ്ട്, അതായത് ഈ വെയിറ്റ് വെക്ടറിന്റെ ഡിസ്റ്റൻസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കിട്ടിയ ഈ എക്സ് ഡോട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിസ്റ്റൻസ് സി ആണെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഹൈപ്പർ പ്ലെയിനിൽ എവിടെയോ വരും. എക്സ് ഡോട്ട് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് എവിടെയോ ആയിരിക്കും വരും, പോസിറ്റീവ് സൈഡിൽ വരും. എക്സ് ഡോട്ട് ഡബ്ല്യു ലെസ് ദാൻ സി ആണെങ്കിലോ നെഗറ്റീവ് പോയിന്റ്സ് ആയിരിക്കും, നെഗറ്റീവ് സൈഡിലായിരിക്കും വരും. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ഇക്വേഷൻ എന്ന് പറയാം. എക്സ് ഡോട്ട് ഡബ്ല്യു ഈക്വൽ ടു സി ആണെങ്കിൽ ദ പോയിന്റ് ഈസ് ഓൺ ദ ഹൈപ്പർ പ്ലെയിൻ, ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ പോയിന്റ് ഈസ് ഓൺ ദ പോസിറ്റീവ് സൈഡ്, ലെസ് ദാൻ സി ആണെങ്കിൽ പോയിന്റ് ഈസ് ഓൺ ദ നെഗറ്റീവ് സൈഡ്. അങ്ങനെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വാല്യൂസിനെ നമ്മൾ എടുത്തിട്ട് ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡബ്ല്യു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ ഒരു ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഫൈനലി നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഔട്ട്പുട്ട് വേണം. ഔട്ട്പുട്ടിനെ ഞാൻ വൈ ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വൈ ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആവാം അല്ലെ. പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്? ഡബ്ല്യു എക്സ് പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഡബ്ല്യു എക്സ് പ്ലസ് ബി ഈസ് ലെസ് ദാൻ 0. ഈ ഒരു ബേസ് ഇക്വേഷൻ വെച്ചിട്ട് ഈക്വൽ ടു 0 വെച്ചിട്ട് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഈ സൈഡിലും വരും,
<0 ആണെങ്കിൽ അത് ഈ സൈഡിലും വരും. നമുക്ക് എന്ത് കിട്ടി? 2 ഡിസിഷൻ റൂൾ കിട്ടി നമുക്ക് ഔട്ട്പുട്ടിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ 2 ഡിസിഷൻ റൂളൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഡിസിഷൻ റൂളിലോട്ട് മാറ്റാൻ പറ്റും. ആ ഒറ്റ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നതാണ് ഇത്. yi into wx plus b is greater than or equal to 1. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ മാക്സിമം മാർജിൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സപ്പോർട്ട് വെക്ടേഴ്സ് എടുക്കുന്നു, x1 x2. ഇവിടെ ഒരു ഹൈപ്പർ പ്ലെയിൻ ഉണ്ട്, ഇത് x1 ഇത് x2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് x2 മൈനസ് x1. ഇവിടെ ഒരു w എന്ന് പറയുന്ന നമ്മുടെ വെയിറ്റ് വെക്ടറും ഉണ്ട്. x2 മൈനസ് x1 wയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x2 മൈനസ് x1 ഡോട്ട് w. ഇവിടെ നമ്മൾ 2 സപ്പോർട്ട് വെക്ടേഴ്സ് ഉള്ളതുകൊണ്ട് യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ w ഡിവൈഡഡ് ബൈ നോം ഓഫ് w ആണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ ആണ് വരുന്നത്, അത് നമുക്ക് നോക്കാം.